മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു ചെറിയ ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ക്ലാസ്സാണ്. കാരണം ചിലർ ഇങ്ങോട്ട് ചോദിച്ച ഒരു സംശയം, അത് ന്യായമായ സംശയം, ഒരാൾക്ക് വന്നേക്കാവുന്ന, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വന്നേക്കാവുന്ന ഒരു ചെറിയ ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചിരുന്നു. അതിന് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പേഴ്സണൽ നമ്പറിൽ വിളിച്ച് ചോദിച്ചതാണ്. ഇതിൻ്റെ മുമ്പ് നമ്മളെടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. എങ്കിലും ആ ക്ലാസ് കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. നമുക്ക് ഈ ക്ലാസ് അവർക്ക്, ആ ചോദിച്ച ആൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് ന്യായമായ ഒരു സംശയമാണ്. ഓക്കെ, കമോൺ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് അവരുടെ സംശയം. മറ്റൊന്നുമല്ല, ഡോണ്ട് എന്ന വാക്കിന് ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് അർത്ഥമുണ്ട്. ശരിയാണ്. ഡോണ്ട്, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. അതുപോലെ ഡോണ്ട് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്നാകും. ഈ ഡോണ്ട് എന്ന വാക്കിന് ഇല്ല എന്നും ഇല്ലേ എന്നും അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡോണ്ട് എന്ന വാക്കിന് അരുത് എന്നുകൂടി അർത്ഥമുണ്ട്. ഇത് എപ്പോഴാണ് ഈ അർത്ഥം ഇതിലേക്ക് മാറുന്നത് എന്നൊരു, ഈ അരുത് എന്ന അർത്ഥം വരണം എങ്കിൽ എന്താണ്, എവിടെയാണ് ഇതിന് മാറ്റം വരുന്നത് എന്നൊരു ചെറിയ സംശയം. അത് ചെറുതല്ല, ഇത് ന്യായമായിട്ട് അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട താണ് ഈ അരുത് എന്നും ഇല്ല എന്നും അർത്ഥം വരുന്നത്. അത് നമുക്കൊന്ന് നോക്കാം അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ നെയിം ഓഫ് എ സിംഗിൾ പേഴ്സൺ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ അവന്, അവള്, അത് അല്ലെങ്കിൽ ഇത്, ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂട്ടത്തിലാണ്. അതായത് ഒന്നുണ്ടെങ്കിൽ, സിംഗുലർ ഫോം ആണ് എങ്കിൽ അതിനോടൊപ്പം നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഉണ്ട് എന്ന അർത്ഥത്തില് നമ്മൾ ഹാസ് ഉപയോഗിക്കണം എന്ന് പഠിച്ചു. എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ്, ഒരാളാണെങ്കിൽ അവൻ ഒരാളാണ്, അവൾ, അത് അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ നെയിം ഓഫ് എ സിംഗിൾ പേഴ്സൺ, ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ സിംഗുലർ ഫോംസിന്റെ കൂട്ടത്തിലെല്ലാം ഹാസെ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് പലരും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഐ എന്ന വാക്ക്, അതായത് ഇതിന്റെ അർത്ഥം ഞാൻ എന്ന വാക്ക് സിംഗിൾ പേഴ്സൺ അല്ലേ എന്ന്. സിംഗിൾ പേഴ്സൺ അല്ലേ, ഞാൻ എന്ന ഒരാളല്ലേ ഉള്ളൂ എന്ന്. എന്നിട്ട് ആ ഉപയോഗിക്കണം എന്ന് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതൊന്ന് ക്ലിയർ ആക്കി തരാമോ എന്നതാണ് അവരുടെ ആ ഒരു അഭിപ്രായം. അതാണ് എന്നോട് ചോദിച്ചിരിക്കുന്ന, ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം അതാണ്. ഇതിനെ കുറിച്ച് നമുക്ക് ഒരു ചെറുതായിട്ട് ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയൊരു ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാധാരണ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, ലുക്ക് അറ്റ് ദി ബോർഡ്. ഇങ്ങോട്ട് നോക്കൂ. ഡോണ്ട് യു ലൈക്ക്, ഡോണ്ട് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലേ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് എന്ന് വരും. ഡോണ്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ. ഐ ഡോണ്ട് ലൈക്ക്, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഇവിടെ അർത്ഥം വന്നു. ഇവിടെ നമ്മൾ ഇല്ലേ എന്നും ഇല്ല എന്നും അർത്ഥം വന്നിട്ടുണ്ട് ഡോണ്ടിന്, ഇല്ലേ. അത് ഡോണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡോണ്ട് ഒരു ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ, അത് ഓക്സിലറി വേർഡ്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള വാക്കായിട്ട് നമ്മൾ ഡോണ്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇല്ലേ എന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ഇല്ലേ എന്ന്. എന്നാൽ ഇല്ല എന്ന് വരണമെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റിന് ശേഷമാണ് ഡോണ്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ ഐ ഡോണ്ട് ലൈക്ക്, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം ഇല്ല എന്ന്, എനിക്കിഷ്ടം ഇല്ല എന്ന് വന്നു. അന്നേരം ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകതയൊന്ന് നോക്കിയേ. ഈ ഡോണ്ടിന് മുമ്പോ അല്ലെ ഡോണ്ടിന് ശേഷമോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സബ്ജക്റ്റ് ആണ്, അല്ലേ. ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഡോണ്ടിന് മുമ്പോ ശേഷമോ സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഡോണ്ടിന് ഇല്ലേ അല്ലെങ്കിൽ ഇല്ല എന്ന്
അർത്ഥം വരുന്നത്. നേരെ മറിച്ച് ഈ സെന്റൻസിന്റെ അകത്ത് നോക്കിയേ, ഡോണ്ട് ഗോ ദേർ, അവിടെ പോകരുത്. ഈ ഡോണ്ടിന് ശേഷം വന്നിരിക്കുന്ന എന്താണെന്ന് നോക്കിയേ, ഈ സബ്ജക്റ്റ് അല്ല. ഇവിടെ വന്നിരിക്കുന്നത് ഡോണ്ടിന് ശേഷം വന്നിരിക്കുന്ന സബ്ജക്റ്റ് അല്ല. ഈ ഡോണ്ടിന് മുമ്പ് വന്നിരിക്കുന്നത് ഈ സബ്ജക്റ്റ് അല്ല. പകരം ഡോണ്ടിന് ശേഷം വന്നിരിക്കുന്നത് വെർബാണ്. വെർബായി ഡോണ്ടിന് ശേഷം വെർബാണ് വരുന്നത് എങ്കിൽ അതിന്റെ അർത്ഥമാണ് എന്ത്? അരുത് എന്ന് വരുന്നത്. ഡോണ്ട് ഗോ ദേർ, അവിടെ പോകരുത്. ഗോ എന്ന് പറയുന്നത് ഒരു വെർബാണ്, അതായത് ഒരു പ്രവൃത്തിയാണ്. ഡോണ്ടിന് ശേഷം ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അരുത് എന്ന് അർത്ഥം വരും. ഡോണ്ട് സേ സോ, പറയുക എന്ന ഈ വെർബിന്റെ തൊട്ടു മുമ്പാണ് ഡോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ അരുത് എന്ന അർത്ഥം വന്നു. ഇവിടെ ഡോണ്ടിന് ശേഷം എടുക്കുക എന്ന ഒരു വെർബാണ്, ഒരു പ്രവൃത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം അതിന് അരുത് എന്ന അർത്ഥം വന്നു. അതെടുക്കരുത്, അതെടുക്കരുത് എന്ന് വന്നു. അതാണ് ഇതിന്റെ വ്യത്യാസം. കാരണം ഇത് പറഞ്ഞത് വേറൊന്നുമല്ല, ഇത് വെർബിന് ശേഷം, വെർബിന് ശേഷം നമ്മള് വെർബിന് മുമ്പാണ് നമ്മള് ഈ ശേഷം, ഡോണ്ടിന് ശേഷം വെർബാണ് വരുന്നത് എങ്കിൽ ഡോണ്ടിന് ശേഷം വരുന്നത് വെർബാണ് എങ്കിൽ അന്നേരമാണ് ഈ ഡോണ്ട് എന്ന വാക്കിന് അരുത് എന്ന് അർത്ഥം വരുന്നത്. അരുത് എന്ന് അർത്ഥം വരുന്നത്. എന്നാൽ ഈ ഡോണ്ടിന് മുമ്പോ ഡോണ്ടിന് ശേഷമോ സബ്ജക്റ്റ് വരികയാണെങ്കിൽ, സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ഈ ഡോണ്ട് ഉപയോഗിക്കുന്നതാണ്. മുമ്പാണേലും പിമ്പാണേലും സബ്ജക്റ്റ് ആണ് വരുന്നത് എങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് അർത്ഥം വരുന്നു. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഇത്രയും ഡോണ്ടിന്റെ ഇല്ലേ, ഇല്ല, അരുത് ഇത് എപ്പോഴാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഇതിന്റെ കാര്യം പറയാനുള്ള. ഇനി അടുത്ത ചോദ്യമുണ്ട്. എന്തായിരുന്നു? ഹാവും സിംഗുലർ പേഴ്സന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാത്തത് ഒരെണ്ണത്തിന് വ്യത്യാസം വന്നത് എങ്ങനെയെന്ന് അതിനെ കുറിച്ച് പറയാം. നമ്മള് ഈ ഹാസ് ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മള് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മള് പേഴ്സൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതെന്താ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാല് സംസാരിക്കുന്നയാള് ഫസ്റ്റ് പേഴ്സൺ, കേൾക്കുന്നയാള് സെക്കൻഡ് പേഴ്സൺ. ആരെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അത് തേർഡ് പേഴ്സൺ എന്ന് വരും. അന്നേരം സംസാരിക്കുന്ന ആരാ? സംസാരിക്കുന്നത് ഞാന് അല്ലേ? സംസാരിക്കുന്നത് ഞാന് ആയിരിക്കും ഒന്നേല്, അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മള്. ഞാൻ ഒരാളെ ഉള്ളൂ എങ്കിൽ ഞാന് ഇത് സിംഗുലർ ആയിട്ട് വരും. ഞാൻ എന്നത് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഞങ്ങള്, നിങ്ങൾ, ഞങ്ങൾ, ഞാനോട് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും. ഇത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണിത്. ഈ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഇത് രണ്ടും പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയിട്ട് വരും. ഇത് പ്ലൂറല്. ഇത് നേരം കേൾക്കുന്നത് വേറെ ഒന്നുമില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. എന്ത് കേൾക്കുന്നത്? നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന സമയത്ത് കേൾക്കുന്നത് നിങ്ങള്, നീ അല്ലെങ്കിൽ നിങ്ങൾ. അതിന് പ്ലൂറലും സിംഗുലറും എല്ലാം നമുക്ക് യു എന്ന വാക്കേ ഉള്ളൂ. യു കേൾക്കുന്നത് നിങ്ങൾ. അത് സിംഗുലർ ആണേലും പ്ലൂറൽ ആണേലും അത് യു ആയിരിക്കും. യു ആണ് ഇത് കേൾക്കുന്നയാള്. അത് രണ്ടാമത്തെ സെക്കൻഡ് പേഴ്സൺ. അടുത്തത് സംസാരിക്കുന്നത്. അത് നമ്മൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണോ എന്ന്, സംസാരിക്കുന്നത് ആരെ കുറിച്ചാണെന്നുള്ളതാണ് അടുത്തത്. ആരെ കുറിച്ച് സംസാരിക്കുന്നു എന്ന്.
ആരെക്കുറിച്ച് സംസാരിക്കുന്നു? നമുക്ക് അവനെ കുറിച്ച് സംസാരിക്കാം, അവളെ കുറിച്ച് സംസാരിക്കാം, അതിനെ കുറിച്ച് സംസാരിക്കാം, ഇതിനെ കുറിച്ച് സംസാരിക്കാം, അല്ലെ വേറൊരാളുടെ പേര് പറഞ്ഞേച്ച് ആ ആളെ കുറിച്ച് സംസാരിക്കാം, അല്ലേ? ഇതെല്ലാം ഓരോരുത്തരെ കാണുള്ളൂ. അവൻ എന്ന് പറയുമ്പോൾ ഒരാളെ കാണുള്ളൂ, അവൾ എന്ന് പറയുമ്പോൾ ഒരാളെ കാണുള്ളൂ. അതെന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന ഒന്നായിരിക്കണം, ഇതെന്ന് പറഞ്ഞു വെച്ച് കാണിക്കുന്ന ഒന്നായിരിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ പേര് അത് പറയുമ്പോഴും നമ്മള് ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. എന്നാൽ ഈ സംസാരിക്കുന്നത് അവരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവരെന്ന് പറയുമ്പോ ഞാനുമല്ല നിങ്ങളുമല്ല, അവര് മൂന്നാമതൊരാള്, അവര് ഒന്നിലധികം ആൾക്കാരുണ്ടായിരിക്കണം, ഒന്നിലധികം ആളുടെ പേര്. രാമാൻ സീത 2 പേരുണ്ട്. അതുപോലെ ഒന്നിലധികം ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഇവരെ കുറിച്ചാണെങ്കിൽ അത് തേർഡ് പേഴ്സൺ പ്ലൂറൽ വരും. ഇത് തേർഡ് പേഴ്സൺ സിംഗുലറും ഇത് തേർഡ് പേഴ്സൺ പ്ലൂറലും. ഇവിടെയാണ് ഇനി നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത്. ഇത് ചോദിച്ച ആളുടെ സംശയം ഇതായിരുന്നു, അയ്യോ ഒരാളല്ലേ ഉള്ളൂ, എന്നിട്ടും എന്തുകൊണ്ട് ഹാവ് ഉപയോഗിക്കുന്നു, ഹാസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ്, ഡയറക്റ്റ് ആൻസർ ആണിത്. തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ മാത്രമേ നമുക്ക് ഹാസ് ഉപയോഗിക്കാനാവൂ. അതായത് സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണോ, അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ആളിന്റെ അത് സിംഗുലർ ആയിരിക്കണം, ഒരാളെ കാണാറുള്ളൂ. അവൻ, അവൾ, അത്, ഇത്, ഒരാളുടെ പേര്. അതായത് ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇറ്റിന് 2 മീനിങ് ഉണ്ട്, ഇതും അതും ഇറ്റ്. അന്നേരം ഇറ്റ് ഹാസ് എന്ന് പറയാം, അല്ലെങ്കിൽ രാം ഹാസ്, സീത ഹാസ് എന്ന് പറയാം. പക്ഷേ ഐ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ല, അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഇത് സംസാരിക്കുന്ന ഒരാളാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഹാസ് ഉപയോഗിക്കാതെ ഹാവ് ഉപയോഗിക്കുന്നതിന്റെ കാരണമാണ് അത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ല എന്നത്. തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ മാത്രമേ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഉള്ളെങ്കിൽ, ഞാൻ എന്നയാൾ ഒന്നേ ഉള്ളൂ എങ്കിലും അതിന്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കാത്തതിന്റെ കാരണം. ഹാസ് ഉപയോഗിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇപ്പം ഇതിന് മുമ്പ് ഇത് എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല എന്നറിയുന്നതിന് മുമ്പിലെ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്താണെന്ന്. അതിനു വേണ്ടിയാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇതൊന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മനസ്സിലാകാനൊന്നുമില്ല, ഒരു കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. തേർഡ് പേഴ്സൺ സിംഗുലർ നമ്മൾ സംസാരിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അവരുടെ കൂടെ മാത്രമേ നമ്മൾ ഹാസ് ഉപയോഗിക്കാവുള്ളൂ. ബാക്കി എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഹാവേ ഉപയോഗിക്കുള്ളൂ. അതായത് വി ഹാവ്, അല്ലെങ്കിൽ ദേ ഹാവ്, യു ഹാവ്, ഐ ഹാവ്, അങ്ങനെ എല്ലാം ബാക്കി എല്ലാത്തിന്റെയും കൂടെ. രാമാൻ സീത ഹാവ്, അങ്ങനെ ഓരോന്നും എന്നെ എടുത്തു നോക്കിയാലും നിങ്ങൾ ഏത് എടുത്തു നോക്കിക്കോ, ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള മൂന്നാമത് നമ്മൾ സംസാരിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അവരെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്ന സമയത്ത് ഉണ്ട് എന്ന അർത്ഥം വരുന്നതിന് വേണ്ടി ഹാസ് ഉപയോഗിക്കാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരാളായിട്ടും ഹാസ് ഉപയോഗിക്കാതെ ഹാവ് ഉപയോഗിക്കുന്നതിന്റെ കാരണം. ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഹാസ് ഉപയോഗിക്കാത്തത് എവിടെയാണെന്നും ഹാവ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നും ഹാസ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്ത് എന്നതും നിങ്ങൾക്ക് വ്യക്തമായില്ലേ? അത് പറഞ്ഞു വന്നപ്പോൾ അല്പം ക്ലാസ് നീണ്ടുപോയി. പക്ഷെ കാരണം മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരിക്കലും ഇതെന്ത് എന്നറിയാതെ അതങ്ങനെ വരൂ എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പഠിക്കരുത്. അതങ്ങനെ വരാത്തതിൻ്റെ കാരണം എന്തെന്നുകൂടി മനസ്സിലാക്കി പഠിക്കണം. അതിനു വേണ്ടിയാണ് ഈ 3 പേഴ്സൺസിനെ കുറിച്ചും പറയേണ്ടി വന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്താം. നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇടാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ, സീ യു അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.